അപ്പോൾ 7ാമത്തെ ദിവസം തുടങ്ങുകയാണ്. ഗസ്റ്റിന് ഫുഡ് വാങ്ങി കൊടുക്കാണ്ട്. അപ്പോൾ ഫുഡ് വാങ്ങാൻ പോവുകയാണ്. 2 മണിക്ക് ക്ലാസ് ഉണ്ട്. ഇപ്പോൾ സമയം 1:15. വേഗം പോവുക, ഫുഡ് വാങ്ങി കൊടുക്കുക, തിരിച്ച് വരിക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതാണ് ഇന്നത്തെ പ്ലാന്. പിന്നെ നിഷ്മലുണ്ട്, നിഷ്മലിൻ്റെ വണ്ടി ഉണ്ടല്ലോ ഉള്ളത്. അപ്പോൾ ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കുക, കൂടെ പോയിട്ട് ഫുഡ് വാങ്ങുക, വരിക. അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി. ക്ലാസ് കഴിഞ്ഞ് അല്ല ഫുഡ് എടുത്തതിന് ക്ലാസ് ഉണ്ട്. ക്ലാസ് കയറണം. ക്ലാസ് കയറട്ടെ. എന്നിട്ടിപ്പോൾ എന്താ ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം. ഫുഡൊക്കെ കൊടുത്തതിന് ഒരു ട്രക്കിംഗ് ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഒരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം. സെഷൻ നടക്കുന്നുണ്ട്. ChatGPT ഒക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ കഴിച്ചില്ലായി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇരുന്ന് തൊഴിൽ എന്താ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ കുറച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ വലിയ വലിയ ടോപ്പിക്കാകുമ്പോൾ ഇന്നൊക്കെ വന്ന ടോപ്പിക്ക് പറഞ്ഞാൽ വാർ വേഴ്സസ് പവറോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. അതൊക്കെ അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മളൊക്കെ അതിനെക്കുറിച്ചിട്ട് എന്താ പറഞ്ഞു കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ChatGPT യൂസ് ചെയ്യും. അല്ലാണ്ട് ഒരു നോ ഓപ്ഷനാണ്. വേറൊരു ഓപ്ഷനും ഇല്ല അവിടെ. കാരണം ഈ വാറും ഇതിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് വലിയ ധാരണയല്ല. ആകെ എനിക്കറിയാം മറ്റേ ഇപ്പം എന്തോ ഫലസ്തീനിൽ കുറച്ച് സീൻ നടക്കില്ലേ, അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാമെന്നല്ലാണ്ട് വാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആധികാരികമായി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, ഇങ്ങനത്തെ ഒരു ഇതിൽ വരികയാണ് നമ്മൾ ChatGPT യൂസ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ChatGPT യൂസ് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. മോനെ ഞാൻ ChatGPTയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ നോക്കിയെന്നല്ലോ. അത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ചോദിക്കുക. കയ്യിൽ നിന്നിടാൻ ഞാൻ പെട്ട പാടേ. പക്ഷെ ഞാനങ്ങോട്ട് ഹാൻഡിൽ ചെയ്തത്. അമ്മക്കുണ്ടോ പേടി? നമ്മളതാണ് ഹാൻഡിൽ ചെയ്ത്. അല്ല പിന്നെ കേക്ക് വാങ്ങാൻ പോണ കോലാപ്പത്. ഷോർട്ട് കട്ട് അടിച്ചിട്ട് റോഡുണ്ടോ, സീൻ റോഡ് കിട്ടോ. അതായത് നമ്മളെ പ്രോപ്പർട്ടിക്ക് വരുന്ന ഗസ്റ്റിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ വൈകിട്ടാണ് ഗസ്റ്റിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് പ്രോബ്ലം ഇല്ല. നമ്മളെല്ലാം കേക്ക് വാങ്ങാൻ പോണി. കേക്ക് വാങ്ങാൻ ഓളൊന്ന് സർപ്രൈസ് ചെയ്യാൻ. നമ്മൾ ഇതൊക്കെ തന്നെ നമ്മളൊരു ഹാപ്പിനെസ്. അടച്ചോനെ വഴി നോക്കാം അല്ലല്ലോ. അതെ അതെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ റിസോർട്ടിലേക്ക് വരിക. ഓക്കെ, അപ്പം ശരി. കേക്ക് വാങ്ങിയിട്ട് കാണാം. മുട്ടിയൊക്കെ എന്താണ് ഇരിക്കണേ. പള്ളീൻ്റെ ബ്യൂട്ടി ഒക്കെ പഴയ പള്ളി ചെമ്പ്രമല വ്യൂ സീനല്ലേ. നമ്മളെ സ്ഥലം കുറച്ച് സീനാട്ടോ. കേക്ക് വാങ്ങിക്കണേ. കേക്ക് നിഷ്മലിൻ്റെ ഐഡിയ പോയി. ബാക്കിയുള്ള റോഡൊക്കെ ഇറക്കി നടത്തിക്കുക. ഇതൊക്കെയാണ് ഓൻ്റെ ഒക്കെ ഒരു എൻജോയ്മെൻറ്റ്. എന്താ ചെയ്യുക, റോഡൊക്കെ പൊളിച്ച് റോഡ് പണിയാണ്. നമുക്ക് പിന്നെന്താ ഉള്ളത് വെച്ചാൽ നമുക്കൊരു ട്രക്കിംഗ് ഉണ്ട്. ഒരു സോഫ്റ്റ് ട്രക്കിങ്. ഇങ്ങനെ നടക്കുക. അവിടെ അതെന്താ ഫുൾ മണ്ണൊക്കെ എടുത്തിക്കണ. അതാണ് തുരങ്കപാതത്തിൻ്റെ പണിയാണ് ആ കാണുന്നത്. കണ്ടോളി. എക്സ്ക്ലൂസീവ് പണികളാണ്. കണ്ടോളി. പാറ പൊട്ടിക്കുന്ന സൗണ്ടാണ് ആ കേൾക്കണേ. തുറച്ചുകൊണ്ട് നിൽക്കുക. ഇപ്പോൾ എക്സ്ക്ലൂസീവ് കണ്ടൻറ് കിട്ടിയില്ലേ. എൻ്റെ പ്രേക്ഷകർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെ ഇങ്ങനെ കാണാം. ഇവിടെ ഫുൾ വ്യൂ. താഴെ നോക്കി അടിപൊളി വ്യൂ ഉണ്ട്. പിന്നെ നമ്മളവിടെ ഇല്ലാത്തവരുണ്ടാവില്ലേ, ഇത് വയനാട്ടിലല്ലാത്തവർക്ക് കാപ്പിത്തോട്ടത്തിൽ കൂടെ ഒക്കെ ഒരു നടത്തും. പഴുത്ത കാപ്പി ഉണ്ടോ, കാപ്പിത്തോട്ടത്തിൽ കൂടെ അങ്ങനെ നടക്കാം. നമുക്ക് വൈകാട്ടിയായിട്ട് നിഷ്മലുണ്ട്. സ്പൾബർ നിഷ്മൽ സോഫ്റ്റാണിത്. അപ്പോൾ 900 എന്താ പറയുക, നടക്കാനുള്ളതേ ഉള്ളൂ. ഉരുള് പൊട്ടിവാരിക്കുണ്ടല്ലേ. അങ്ങനെ നടത്തോ. എൻ്റെ അമ്മ, ഇത് ഇത്രയും വലിയ കയറ്റാ. നമ്മൾ ഫസ്റ്റ് കയറിയപ്പോൾ ഇത്ര വലുതല്ലേന്നു. കയറ്റവും കൂടി വരുന്നുണ്ട്. ഏത് ഈ മരത്തിലാ സെറ്റപ്പ്.
ഐഡിയാസ് എടാ ക്യാമ്പ് ഫയർ എത്തിക്കാൻ ഇതായിട്ട് വിറക് കിട്ടോ തോട്ടത്തിൽ കയറാം ക്യാമ്പ് ഫയർ എത്തിക്കാൻ വിറകുണ്ട് ഓ ഷോൾഡർ വേനടുത്ത് ഓ കണ്ണേ കയ്യൊക്കെ കടഞ്ഞിട്ടാകെ ഇടങ്ങാറായിക്കണേ ഓ നടക്കണുണ്ടോ പുലരാനേരം ഇങ്ങനെ നടക്കുക അതാണ് നമ്മുടെ സോഫ്റ്റ് ട്രക്കിങ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറി പോകുന്നത് കാപ്പിത്തോട്ടത്തിലേക്കാണ് ഗൈസ്. ഐ ഗൈസ് നമുക്ക് തൊട്ടപ്പുറം ഒരിതുണ്ട് പ്രോപ്പർട്ടി ഉണ്ട് വേറെ ആർക്കോ ഇത് നമ്മളത്. പക്ഷെ നമ്മളിവിടെ ഒരു ടവർ ഉണ്ട് അതാ പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സീന് വേറെ എന്തെങ്കിലും പരിപാടി സെറ്റാക്കിയാലോ. പക്ഷെ അവിടെ ടവറുണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ വീണയാണെങ്കിൽ കാണിച്ചത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് അയ്യറങ്ങി കണ്ട് ഒപ്പടിച്ചു തെയ്യും. ഓ എൻ്റെ മുഖം ഞാൻ വൈഡിൽ എടുക്കും പക്ഷെ വൈഡ്ക്ക് ആവണില്ല. എൻ്റെ മുഖം ഇങ്ങനെ എടുത്തേക്ക് വരുന്നുണ്ടാവൂലേ. കാപ്പിത്തോട്ടത്തിൽ കൂടെ നടത്തണ്ടേ നടന്ന് ഇങ്ങനെ ഇട്ട് വരിക. ട്രെക്കിങ് ഇഷ്ടമുള്ളവർ കേട്ടോ നടന്നിട്ട് വരിക. നമ്മളവിടെ ഒരു സെറ്റപ്പ് ആക്കി കൊടുക്കും ഇരിക്കാളോ. മലയും കണ്ടങ്ങോട്ട് ഇരിക്കട്ടെ. ഏത് നമ്മളെ കൊണ്ടൊക്കെ അത്രയൊക്കെ പറ്റുള്ളൂ. നമ്മൾ കസ്റ്റമർ ഹാപ്പിയാണ്. കാപ്പിത്തോട്ടത്തിൽ കൂടെ ഉള്ളൊരു നടത്താണ് ഇപ്പോൾ. നിസ്മലയിൽ ലോട്ട് ഓഫ് ഐഡിയാസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ നിസ്മലിനെ കോൺടാക്ട് ചെയ്യുക. ഏത് ആരെങ്കിലും പ്രോപ്പർട്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിസ്മലിനെ കോൺടാക്ട് ചെയ്യുക. ഐഡിയ ഇല്ലാത്തവർ കേട്ടോ. എന്നാൽ നിസ്മലിൻ്റെയൊക്കെ ഇഷ്ടം പോലെ ഐഡിയാസാണ്. ഐഡിയ നമ്മളതിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഐഡിയ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള പൈസ നമ്മളെ കയ്യിലില്ലാത്ത. പൈസ ഉള്ളവർ നിസ്മലിനെ കോൺടാക്ട് ചെയ്യും. നിസ്മലെ നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യില്ലേ എല്ലാ ഐഡിയാസും. പൈസ അല്ല പക്ഷെ പൈസ ഉള്ളവർ നമ്മളെ വിളിച്ചോളി നമ്മളിതൊക്കെ സെറ്റാക്കി തരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിവിടെ ആണെങ്കിൽ ഇനിയിപ്പോൾ ട്രക്ക് ചെയ്ത് വന്നിട്ട് വേണ്ട ഐഡിയ പറയണ്ടല്ലോ. ഐഡിയ പറയണ്ട. ഐഡിയ പറഞ്ഞാൽ കുറച്ച് വിഷയമാണ്. ഐഡിയ ഒന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞു തരില്ല. അതൊക്കെ നടക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമ്മൾ കാണിച്ചു തരും അല്ലേ. നമുക്ക് വർത്താനല്ല ഇനി ഉള്ളി പ്രവർത്തി അത്ര. അങ്ങനെ ആയാലേ കഴിച്ചിലാവുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെയൊക്കെ നല്ല വിറകുണ്ട് ടസ്മലെ. ക്യാമ്പ് ഫയറിന് എടുക്കാം. സണ്ണിച്ചൻ കാണണ്ട. സണ്ണിച്ചൻ്റെ തോട്ടാണിത്. നമ്മൾ സണ്ണിച്ചൻ്റെ പ്രോപ്പർട്ടി വാങ്ങിയ അപ്പോൾ വിഷയമല്ല. ഇത് നമ്മളെ തന്നെ. സണ്ണിച്ചൻ പറഞ്ഞ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളിന്ന് പറഞ്ഞിരുന്നേ. കാപ്പിമ തൊട്ടരുത് ഇറങ്ങണേ. മൂപ്പരിക്ക് വരുമാനം ഉണ്ടാവുക കാപ്പിമലാണേ. 4 ഏക്കർ 5 ഏക്കർ തോട്ടായിട്ടുണ്ട് കാപ്പി മാത്രം. മതിയല്ലോ മൂപ്പരിക്ക്. പിന്നെ എന്ത് വേണം. കാപ്പിക്കും ഏലത്തിനൊക്കെ ഉണ്ടല്ലോ വില എന്നൊക്കെ പറഞ്ഞാൽ പെരും വില. കാലുളിക്കി അപ്പോൾ ശരി. ഓ കാലുളിക്കി സൂപ്പർ വിളിക്കി. ഓ ശരി എന്നാ ബൈ. ഇനി നമ്മളെ ആയുധെടുക്കുക പണിയാണ്. കുറച്ചൊന്ന് ചൂല് കാണില്ലല്ലോ. അടിച്ചു വരിക തുടക്കുക. ഇതൊക്കെ തന്നെ ഇനി പണി. വേഗം അടിച്ചോരി തുടക്കട്ടെ. യൂസ്മെൻറ്റ് പോകണം. നാളെ വരുന്ന ബാച്ചിലേഴ്സാണ്. ഒരു 5 ആൾക്കാരുണ്ട്. അപ്പോൾ ഓൽക്ക് സെറ്റാവണ രീതിക്ക് നമ്മൾ ബെഡും ഇതൊക്കെ ഓൽക്ക് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ ഓലത് വിരിച്ചിടുക. എന്നിട്ട് പറയാം ഓലെ കയറ്റുക. ഓല് സന്തോഷമാക്കി വിടുക. ഹാപ്പി എല്ലാവരും നമ്മൾ ഹാപ്പിയാക്കി വിടുക. അതാണ് നമ്മളെ വ്യൂ ഉണ്ടോ അവിടെ കാണുന്നില്ലല്ലേ. ഹാപ്പി എല്ലാവരും ഹാപ്പി ആവുക. വിജയിച്ചു കൊണ്ട് പോവുക. ഓക്കെ ബൈ. ലോണ്ടറിങ്ങിൻ്റെ നമുക്ക് 2 കേക്ക് കിട്ടി. കഷ്ണം കേക്ക് പോലെ വക. പിന്നെ ലോണ്ടറിങ്ങിൻ്റെ പറഞ്ഞാൽ നമ്മളിപ്പോൾ 6 ദിവസമാണ് ആൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പിന്നെ തിരിച്ച് യൂസ് ചെയ്യില്ല. നമ്മളതെന്താക്കും ലോണ്ടറിങ്ങിന് എടുക്കും. വൃത്തിയാണ് നമ്മളെ മെയിൻ. അപ്പോൾ ഡെയിലി ലോണ്ടറിങ്ങിന് കൊടുക്കാട്ടോ. ഇതിനൊരു ഫണ്ട് പോകും പക്ഷെ നമുക്ക് വിഷയമല്ല അല്ലേ ഇസ്മലേ. വൃത്തിയല്ല മെയിന്. വൃത്തിയാണ് മെയിൻ. ഒക്കെ പൈസ പോയി പവർ വരട്ടെ. അപ്പോൾ ശരി ഇത് കൊടുക്കണം പോകണം വീട്ടിൽ പോവുക. ഒരേല് കുറച്ച് നേരം വെറുതെ ഇരിക്കാൻ വിചാരിച്ചത് അത് സമ്മതിക്കില്ല.
ഒരിക്കൽ ബ്രോസ്റ്റ് വേണം. ബ്രോസ്റ്റ് വാങ്ങിയിട്ട് എന്നാൽ അല്ലാപ്പം എന്താ ചെയ്യുക. എന്നാൽ അവിടെ പോയിട്ട് കാണാം. എന്തായാലും മുടി വെട്ടും വേണം, അതാണ് പ്രശ്നം. എന്തായാലും മുടി വെട്ടും വേണം. എന്നാൽ മുടിയും വെട്ടിയിട്ട് ബ്രോസ്റ്റും വാങ്ങിയിട്ട് വരാൻ വിചാരിച്ചു. അപ്പം ഇന്ന് അതേ ഉണ്ടാവുള്ളൂ. ഒന്നിന് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. 6ാമത്തെ ദിവസവും ഇന്ന് എത്രാം തീയതി? 7ാമത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ആണ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആണ്. അപ്പോൾ ശരി, അടുത്തേക്ക് കാണാം. ബൈ. ഇതാണ് ആള്. വേണം വന്നിട്ട് വീട്ടിൽ കയറിയ ആളിതാ. സ്വൈര്യല്ലേ ഇപ്പൊ, മുടി കെട്ടാ സ്വൈര്യല്ലേ? 1 മില്യൺ കയറിയിരിക്കണ വ്യൂസ് അതിൻ്റെതാണ്. ഇത് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കണവരെ ഉണ്ടാവൂലേ? അതിന് റീച്ച് ആവട്ടോ.